പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ ഏഴയ്ക്ക് കടന്നു വരുവാനും ദൈവമക്കളുമായിട്ട് തിരുവചനത്തിൻ്റെ ചില സത്യങ്ങൾ കൈമാറുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇളയവനൊരവസരം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. ദൈവമാർ എന്ന വിഷയമാണ് കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായി ഇളയവൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. വീണ്ടും അതിൻ്റെ 10ാമത്തെ ഭാഗം ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ഈ വൈകിയ സമയത്ത് സംസാരിക്കപ്പെടേണ്ടതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സ്തോത്രം. ദൈവമാർ എന്ന വിഷയം വീണ്ടും അല്പമായി കൂടെ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായിട്ട് ഈ വചനം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ സത്യദൈവത്തിൻ്റെ വിവിധങ്ങളാകുന്ന ഗുണവിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ഈ നാളുകളിൽ ചിന്തിക്കുവാൻ കഴിഞ്ഞു. സ്വർഗത്തിലും സ്വർഗത്തിലും അടങ്ങാത്തവനായ അത്യുന്നതനായ ദൈവത്തെ സംബന്ധിച്ച് നാം എത്രമാത്രം പഠിച്ചാലും തീരുകയില്ല. കാരണം അത്രമാത്രം ബൃഹത്തായ സത്യമാണ് നാം സേവിക്കുന്നവനായ ഏക സത്യദൈവമായ യഹോവ. അവനെ സംബന്ധിച്ച് നമുക്ക് പഠിച്ചു തീർക്കുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് പഠിച്ചു തികഞ്ഞ ഒരു വ്യക്തിയും ഭൂതലത്തിൽ ഇന്നയോളം ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയുമില്ല. ദൈവം അത്രമാത്രം വലിയവനാണ്. വീണ്ടും അവനെക്കുറിച്ച് ചില സത്യങ്ങൾ പഠിക്കുവാൻ നാം താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി ദൈവമക്കളോട് ശ്രോതാക്കളോട് ആവശ്യപ്പെടുകയാണ്. ഇത് അന്ത്യകാലമായതിനാൽ ശത്രുവാകുന്ന പിശാച് പല നിലകളിലുള്ളതായ ദുരുപദേശങ്ങൾ നൽകി അനേകായിരങ്ങളെ ലോകത്തിൽ അയച്ചിരിക്കുകയാണ്. വിശ്രമമില്ലാതെ അവർ തങ്ങളുടെ യജമാനന്റെ താല്പര്യത്തിനൊത്തവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന പലരും അവൻ്റെ തന്ത്രങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. വളരെ ശ്രദ്ധയോടെ ദൈവവചനം മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവൻ കുഴിക്കുന്ന കുഴിയിൽ നാമും അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കി അതിൽ നിലനിൽക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. കർത്താവ് സകലരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലമാണ്. പല നിലകളിലുള്ളതായ
വ്യാജ ഉപദേശങ്ങളും ഉപദേഷ്ടാക്കന്മാരും ലോകത്തിൽ എഴുന്നേറ്റ് വിവിധ നിലകളിലുള്ളതായ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യമെന്തെന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എളിയവൻ്റെ പഠനത്തിനൊത്തവണ്ണം ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം ആർ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് തിരുവെഴുത്തുകളിലൂടെ നാം ചിന്തിക്കുന്നത്. ദൈവം വെളിച്ചമാകുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും, ഏത് അന്ധകാരത്തിൽ കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നതായ സത്യവെളിച്ചമാണ് ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുന്നതാണ്. യേശുക്രിസ്തു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന സത്യവെളിച്ചമായിരുന്നു. അവൻ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതേ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇരുള് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്, അഥവാ പാപത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ വെളിച്ചം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഇരുട്ടിൽ പ്രകാശിക്കുന്നതാണ് വെളിച്ചം. അത് ഇരുട്ടിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരുളിന് അതിനെ പിടിച്ചടക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന മഹത്വത്തെ സ്തോത്രം തടഞ്ഞു വയ്ക്കുവാനോ അടച്ചു വയ്ക്കുവാനോ സാധ്യമല്ല. അത് സകല മനുഷ്യരിലും പ്രകാശിക്കേണ്ടുന്ന സത്യവെളിച്ചമാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാണ്. വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവനാണ് വെളിച്ചങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത്. വെളിച്ചങ്ങളുടെ പിതാവായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിങ്കൽ നിന്നാണ് നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഇറങ്ങി വരുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാലങ്ങളുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ഒരിക്കലും അവന് യാതൊരു വിധമാകുന്ന മറപൊരുളും ഉണ്ടാവുകയില്ല. അവൻ യാഥാർത്ഥ്യമാണ്, സത്യമാണ്, സത്യമായിട്ട് എന്നേക്കും അനന്യനായി നിലനിൽക്കുന്നവനാണ് നാം സേവിക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തു. അവൻ സത്യദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വേദഭാഗങ്ങളിലൂടെ കാണുവാൻ കഴിയുകയാണ്.
ചില വേദഭാഗങ്ങൾ കൂടെ അതിനോടനുബന്ധമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. തിമോത്തിയോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യഭാഗങ്ങളിൽ നാം പഠിക്കുന്നത് ഇങ്ങനെയാണ്: ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്ന് നമുക്ക് ആ വാക്യഭാഗത്തിലൂടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ധന്യനായ ഏക അധിപതിയാണ് നമ്മുടെ കർത്താവ്. അവൻ രാജാതിരാജാവാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരുടെയും മേൽ ആധിപത്യമുള്ള ആ രാജാവാണ് യേശു ക്രിസ്തു. സകല കർത്താക്കന്മാരുടെയും കർത്താവാണ്. താൻ മാത്രമാണ് അമർത്യതയുള്ളവൻ എന്ന് പറയുമ്പോൾ മർത്യനല്ലാത്തവൻ, എന്നാൽ മർത്യനായിട്ട് വെളിപ്പെട്ടവനുമാണ്. അവൻ അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അമർത്യതയുള്ളവനായ ദൈവം, മനുഷ്യരാരും അവനെ കണ്ടിട്ടില്ല, ആർക്കും കാണുവാനും കഴിയുകയില്ല. സ്തോത്രം. എന്നാൽ തക്ക സമയത്ത് അവൻ തൻ്റെ പ്രത്യക്ഷത വരുത്തും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ ആ പ്രത്യക്ഷത വരുത്തിയപ്പോഴാണ് ദൈവത്തെ മനുഷ്യർക്ക് കാണുവാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവനെ കാണുവാനും കഴിയുകയില്ല. കാരണം അവൻ ആത്മാവാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ ആരും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുകയുമില്ല. എന്നാൽ അവൻ തക്ക സമയത്ത് ജഡത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ, അവൻ്റെ പ്രത്യക്ഷത വരുത്തിയപ്പോൾ മനുഷ്യർക്ക് കാണത്തക്ക വിധത്തിലുള്ളതായ ഒരു സാഹചര്യത്തിലൂടെയാണ് കർത്താവ് ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. സ്തോത്രം. എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യഭാഗത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, ദഹിപ്പിക്കുന്ന അഗ്നിയാകിയാൽ സ്തോത്രം അവനോട് ആർക്കും അടുത്തുകൂടാ, അവനെ ആർക്കും കാണുവാൻ കഴിയുകയില്ല. എന്നാൽ അവൻ മനുഷ്യർക്ക് ജഡത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ അവനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ അവനൊരു മനുഷ്യ ശരീരമെടുത്തിരുന്നതിനാൽ മനുഷ്യരൂപത്തിലാണ് അവനെ കാണുവാൻ കഴിഞ്ഞിരുന്നത്. എങ്കിലും അവൻ സാക്ഷാൽ അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, മനുഷ്യർക്കാർക്കും കാണുവാൻ കഴിയാത്തവനും മനുഷ്യൻ കണ്ടിട്ടില്ലാത്തവനുമായ ആ ഏക സത്യ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. വീണ്ടും തിമോത്തിയോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. യേശുക്രിസ്തു
നിത്യ രാജാവാണ്, അവൻ അക്ഷയനാണ്, അദൃശ്യനാണ്, അവൻ ഏക സത്യ ദൈവമാണ്. അവന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ആദിയിൽ അഥവാ നിത്യതയിൽ അവൻ രാജാവായിരുന്നു. അവൻ സൃഷ്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പേ അവൻ രാജാവാണ്. പ്രപഞ്ച സൃഷ്ടാവെന്ന നിലയിൽ സകല പ്രപഞ്ചത്തിൻ്റെയും രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു, അഥവാ നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ സകലത്തിനും അവൻ രാജാവാണ് എന്ന് തിരുവെഴുത്തുകൾ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സകലത്തിൻ്റെയും ആധിപത്യം അവൻ്റെ ചുമലിലാണ്. ഇനി വരുവാൻ പോകുന്ന സഹസ്രാബ്ദ വാഴ്ചയിൽ സകല ജാതികളുടെയും സകല രാജാക്കന്മാരുടെയും രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു. പിന്നീട് താൻ സ്ഥാപിക്കുന്നതായ പുതുവാന ഭൂമിയിൽ അവൻ നിത്യരാജാവാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. വിശുദ്ധ പൗലോസ് പറയുന്ന അവന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ദൈവം ഏക അധിപതിയാണ്, ഏക രാജാവാണ്, ഏക കർത്താവാണ്. സ്തോത്രം. അദൃശ്യനാണ്, അക്ഷയനാണ്. അവനെ എന്നേക്കും ബഹുമാനവും മഹത്വവും കൊടുക്കേണ്ടതും ആവശ്യമാണ്. കാരണം താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ആ സത്യദൈവം തക്ക സമയത്ത് അവൻ ആ പ്രത്യക്ഷത വരുത്തുവാൻ ഇടയായി തീർന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്നുള്ളതാണ്. ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും പരിശുദ്ധാത്മാവിൽ അവനെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൽ അവനെ ആരാധിക്കുവാൻ ഒരുവന് കഴിയണമെങ്കിൽ ഒരുവൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവനായിരിക്കണം. പരിശുദ്ധാത്മ നിറവ് ഒരുവന് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് അവൻ വചനത്തെ സ്വീകരിക്കുന്നവനായിരിക്കണം. ഏതെങ്കിലുമൊക്കെ നിലയിൽ അവരവർക്ക് ഇഷ്ടമാകുന്ന നിലയിലോ ഏതെങ്കിലും സംഘടനാ വിഭാഗങ്ങൾ പഠിപ്പിക്കുന്ന നിലയിലോ സ്തോത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം എന്ന് ഒരാൾ നിരൂപിച്ചാൽ ഒരിക്കലും അതിന് സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ ഒരുവന് പ്രാപിക്കുവാൻ സ്തോത്രം യഹൂദന്മാരുടെ ഇടയിൽ കർത്താവ് ആദ്യമായി പറഞ്ഞതായ ഒരു വിഷയം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്നാണ്. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നതിന് സുപ്രധാനമായി മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരം എന്നത് മറ്റ് ചില ഇടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചും
പുതുജനനത്തെ സംബന്ധിച്ചും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്നൊക്കെ തിരുവചനം പഠിക്കുമ്പോൾ ഇതൊക്കെ മാനസാന്തരത്തിനോട് ബന്ധപ്പെട്ടുള്ളതായ വാക്യഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. വിശ്വാസത്താലാണ് നാം ആത്മരക്ഷ പ്രാപിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സത്യോപദേശം വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കുകയില്ല. പരിശുദ്ധാത്മാവിന് ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുവാനും സാധ്യമല്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പലരും പരിശുദ്ധാത്മാവ് എന്ന് ഭാവിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്തോത്രം അപശബ്ദങ്ങൾ ഉണ്ടാക്കി ഇത് അന്യഭാഷകളാണെന്ന് പറഞ്ഞുകൊണ്ടും ആ അന്യഭാഷ പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ കർത്താവിനെ സേവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യത അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന വസ്തുത മറന്നു പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ദൈവത്തെ ആർക്കും ഒരു നാളും കാണുവാൻ കഴിയുകയില്ല, കണ്ടിട്ടില്ല. എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന, മടിയിൽ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഉള്ളത്തിൽ അഥവാ അവൻ്റെ രഹസ്യ ഭാഗത്ത് സ്തോത്രം ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വാസ്തവത്തിൽ നാം സേവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തു സത്യദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉടമാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭൂതലത്തിലെങ്ങും വസിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരുത്തനിൽ നിന്നാണ് മനുഷ്യജാതിയൊക്കെയും ഉടമാക്കിയത് എന്ന് കാണുവാൻ കഴിയുന്നു. അവരുടെ നിവാസത്തിന്, അവരുടെ വാസസ്ഥലത്തിന് അതിരുകൾ ദൈവം നിശ്ചയിക്കുവാനിടയായി തീർന്നു. തന്നെയുമല്ല, ഈ ഭൂമിയിലുള്ള അവരുടെ വാസത്തിന് കാലങ്ങളും ദൈവം നിശ്ചയിക്കുവാനിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ അടുത്ത ഭാഗം വായിക്കുന്ന, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ, എന്നാൽ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും എന്നവിടെ കാണുവാൻ കഴിയുന്നു. ദൈവം ഒരിക്കലും നമ്മിൽ ആർക്കും അകന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനല്ല, അകന്നിരിക്കുന്നവനുമല്ല. സ്തോത്രം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവം നമ്മെ വിട്ട് അകന്നു നിൽക്കുന്നവനല്ല, അകന്നിരിക്കുന്നവനല്ല. അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്ത ആത്മാവും അദൃശ്യനുമായ ദൈവമാണ്. അവൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും.
സ്തോത്രം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആത്മീയ ഫലം പുറപ്പെടുവിക്കുവാൻ ഒരു മനുഷ്യർക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാക്കുകയാണ്. ഇവിടെ നാം വായിച്ചു വന്ന ആ ഭാഗത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത്, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം ചരിക്കുന്നത്, ഇരിക്കുന്നത്, വസിക്കുന്നത്. സ്തോത്രം. നാം അവൻ്റെ സന്താനങ്ങളാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ ദിനവൃത്താന്ത പുസ്തകം 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. സ്തോത്രം. ഇതുവരെ നാം പഴയ നിയമത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ ദൈവമാണ്, സത്യദൈവമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എന്നാലിപ്പോൾ പഴയ നിയമത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു എന്നാണ് അതിൻ്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. എൻ്റെ 12-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെ: ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സകലത്തിനും താൻ കാരണഭൂതനാണ്. സകലത്തെയും നിയന്ത്രിക്കുന്നവൻ താനാണ്. സകലത്തിൻ്റെയും നിയന്ത്രിതാവ് എന്ന് പറയുമ്പോൾ സകലത്തെയും സൃഷ്ടിച്ചവനും അതിനെ അതത് സമയങ്ങളിൽ യഥോചിതമായി അതിനെ നിയന്ത്രിക്കുന്നവനും താൻ തന്നെയാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അതിൻ്റെ 13-ാമത്തെ വാക്യഭാഗം എങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. അവൻ്റെ മഹത്വമുള്ള നാമം ഏതാണ്? അവൻ്റെ നാമം യേശു ക്രിസ്തു എന്ന നാമമാണ്. അതാണ് എല്ലാ നാമത്തിനും മേലായ നാമം. എല്ലാ മുഴങ്കാലം മടങ്ങുന്ന നാമം, എല്ലാ നാവും ഏറ്റുപറയുന്ന നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലം മടങ്ങുന്ന നാമം. ആ നാമമാണ് ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം. ആ നാമത്തിന് സ്തോത്രം ചെയ്യണം എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്:
ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയായി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. പണ്ട് അല്പാൽപമായിട്ട് ഭാഗമായിട്ടാണ് വിവിധമായിട്ടുമാണ് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം നമ്മോട് അരുളി ചെയ്യുവാനിടയായി തീർന്നിട്ടുള്ളത്. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരമായി അഥവാ യേശുക്രിസ്തു മുഖാന്തരമായി നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിനെ താൻ സകലത്തിലും അവകാശിയായി വെച്ചു. സ്തോത്രം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒടുവിൽ പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകലത്തിനും താൻ അവകാശിയാണ്, സകലത്തിന്മേലും താൻ അധികാരമുള്ളവനാണ്. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അപ്പോ സ്വർഗത്തിലെ ദൈവം സകലത്തെയും ഉളവാക്കുവാനിടയായി തീർന്നു. അവൻ വാസ്തവമായും യേശുക്രിസ്തുവാകുന്നു എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അവനെ സംബന്ധിച്ച് നമ്മളിവിടെ വായിച്ചത്, ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു എന്നാണ് പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. സ്തോത്രം. ഇവിടെ ഇബ്രായ ലേഖനത്തിൽ അതിൻ്റെ അടുത്ത ഭാഗം വായിക്കുന്നത്, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും, സ്തോത്രം, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ യേശുക്രിസ്തു അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. അവൻ ദൈവമാണെന്നും ദൈവം തേജസ്സാണെന്നും ദൈവം മഹിമയാണെന്നും ദൈവം വെളിച്ചമാണെന്നും ഒക്കെ നാം മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവല്ലോ. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ അവൻ തന്നെയാണ്. അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്താൽ വഹിക്കുന്നവനാണ് വലിയവനാകുന്ന ദൈവം. അവൻ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് അവൻ ഇരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഭൂതലത്തിലുള്ളതായ മാനവ കുലത്തിൻ്റെ സകല പാപത്തിനും അവൻ പരിഹാരമായി തീർന്നു, യാഗവസ്തുവായി തീർന്നു. അങ്ങനെ സകലത്തിനും പാപപരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ വെളിച്ചത്തിൻ്റെ വലത്ത് ഭാഗത്ത്, ശക്തിയുടെ ഭാഗത്ത് അവൻ ഇരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശുക്രിസ്തു. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, നാം സേവിക്കുന്നവനായ നമ്മുടെ കർത്താവ്
സകലത്തിന്മേൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. നാം ഇവിടെ പിന്നീട് വായിക്കുന്നത്, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അല്പമായിട്ടുള്ള താഴ്ച ഭവിക്കപ്പെടേണ്ടെന്ന സാഹചര്യം ഉണ്ടായി എങ്കിലും ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി തീരുകയും സ്തോത്രം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള കൃപയാണ് എല്ലാവർക്കും വേണ്ടി അവൻ മരണം ആസ്വദിപ്പാനായിട്ട് മനുഷ്യരിൽ ഒരുവനെ പോലെ ദൂതന്മാരിൽ അല്പം മാത്രം താഴ്ച വന്നവനായി അവൻ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. അവൻ ലോകത്തിൽ കടന്നു വന്ന് അവൻ്റെ ശരീരത്തിൽ മരണം ആസ്വദിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യൻ പാപം ചെയ്ത് വീഴ്ച ഭവിക്കപ്പെട്ടവരായി തീർന്നപ്പോൾ വീണുപോയതായ തൻ്റെ മക്കളെ തന്നോട് ചേർക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളിൽ ഒരുവനെ പോലെ സ്വയം അവൻ സ്തോത്രം തന്നെ താൻ താഴ്ത്തി അവൻ ഭൂതലത്തിലേക്ക് മനുഷ്യരിൽ ഒരുവനെ പോലെ ഇറങ്ങി വരുവാനിടയായി തീർന്നു. അവൻ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. സ്തോത്രം. ആ മരണം ആസ്വദിക്കേണ്ടതിന് വേണ്ടി ദൂതന്മാരിൽ അല്പം താഴ്ച വന്നവനായി അവൻ കടന്നു വന്നു. അതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം അവനെ കാണുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനം 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള 1-2 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് കാര്യം? താൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള തൻ്റെ സമത്വം അഥവാ തുല്യത മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ താൻ ദാസരൂപമെടുത്തു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. താൻ തന്നെ ദാസന്റെ രൂപമെടുക്കുകയായിരുന്നു. താൻ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നു തന്നെത്താൻ താഴ്ത്തി. സ്തോത്രം. മറ്റൊരാൾ തന്നെ താഴ്ത്തിയതല്ല, തന്നെത്താൻ താഴ്ത്തി.
മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. പിന്നീട് നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ഇന്ന് അനേകർക്കും ആ നാമം വളരെ പുച്ഛമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമമൊന്നോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആരാധനയൊന്നോ യേശുക്രിസ്തുവിൻ്റെ നാമക്കാരെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയൊരു കൂട്ടം ആളുകൾക്ക് വളരെ പുച്ഛമാണ്, അതൃപ്തിയാണ്, വളരെ അരോചകമായി തോന്നുകയാണ് അവർക്ക്. സ്തോത്രം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തെ പലർക്കും അറിയുവാൻ കഴിഞ്ഞിട്ടില്ല, പലരും മാനസാന്തരപ്പെട്ടിട്ടില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പലർക്കും ഇല്ലാതെയായി പോകുന്നു, മാനസാന്തരമില്ലാത്തതിനാൽ. അതുകൊണ്ട് വാസ്തവത്തിൽ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവർത്തന മഹത്വം എന്താണെന്നും തിരിച്ചറിയുവാൻ പലർക്കും കഴിയുന്നില്ല. സ്തോത്രം. അവരൊക്കെയും പല നിലകളിലുള്ളതായ ഉപദേശങ്ങൾ നടത്തുന്നു എങ്കിലും ദൈവത്തെ സംബന്ധിച്ചുള്ളതായ ശക്തമായ ആലോചനകൾ നൽകുവാൻ, സ്തോത്രം, ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമല്ല. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, ശ്രോതാക്കളെ, നമ്മളുടെ ദൈവം ആർ? നമ്മുടെ ദൈവം ആരാണ്? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവമായ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിൽ കാണുന്ന ദൈവമായ കർത്താവ് അഥവാ യേശുക്രിസ്തു. സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ഏകസത്യ ദൈവം മാനവകുലത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും വീണ്ടെടുക്കുവാൻ മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതിനെ നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യഭാഗമാണ് ദൈവം തൻ്റെ സഭയ്ക്ക് അടിസ്ഥാനമായി നൽകിയിരിക്കുന്ന ഉപദേശം. ആ ഉപദേശം കൈക്കൊള്ളാതെ ഒരു വ്യക്തിക്കും ദൈവത്തെ അറിയേണ്ട പോലെ അറിയുവാൻ കഴിയുകയില്ല, ദൈവരാജ്യത്തിൽ അവർക്ക് പ്രവേശിക്കുവാനും കഴിയുകയില്ല. മാനസാന്തരപ്പെടുക, പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ സത്യദൈവത്തെ അറിഞ്ഞ് അവനെ ആരാധിക്കുകയും അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി അവൻ്റെ വരവോളം നിൽക്കുവാൻ ആർക്ക് കഴിയുമോ അവർക്ക് മാത്രമാണ് അവൻ്റെ രാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുന്നത്. എല്ലാം കഴിയുവാൻ സമയമായി, കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. ലോകത്തിൻ്റെ സ്ഥിതിഗതികളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ കർത്താവ് ഇതാ വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഒടുവിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് തിരുവചനത്തിൻ്റെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തിരുവചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം. ഇതുവരെയും സ്വർഗത്തിലെ ദൈവം ഇളയവനെ ബലപ്പെടുത്തിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു.
എളിവന് വേണ്ടി ഈ അവസരത്തെ ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും ബഹുമാന്യരായ ദേവദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. എളിവനെ ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വം കരയേറ്റിക്കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അനുഗ്രഹിക്കപ്പെടുന്നതായ നല്ല സമയത്തിനായിട്ട് നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ എനിക്ക് നീ കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ദൈവം ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് നിന്നെ സേവിക്കുവാൻ നിന്റെ മക്കൾക്ക് ഏവർക്കും കൃപ നൽകുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചാട്ട് നിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കണം. സ്തോത്രം. ഇളയവനെ എന്ന് ബലപ്പെടുത്തണം. കഴിവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ചാട്ട് സകല മഹത്വപ്പനിരിക്കട്ടെ. നിന്റെ വരവിനായിട്ട് ഒരുങ്ങണമെന്തിത്തോളം ചിറകടിയിൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.